ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ക്രോഷ്യ കൊണ്ടൊരു പൗച്ച് ചെയ്യാൻ പോവാണ്. സോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വേറൊരു കളറിലെ ഒരു നൂല്. അത് കോട്ടൺ സോക്സ് യാണാണ്, ഭയങ്കര തിന്നായിട്ടുള്ള യാണാണ്. സോ അതിൻ്റെ കളറ് ഇങ്ങനെ പിങ്ക്, ഗ്രേ, വൈറ്റ്, ഇങ്ങനെ ബ്ലാക്ക്, അങ്ങനെ ഒരു മിക്സറുള്ളൊരു കളറാണ്. പിന്നെ എടുത്തിരിക്കുന്ന ക്രോഷ്യ നീഡിൽ 3.75 mm ഈ ഒരു വലുപ്പത്തിൻ്റെ ക്രോഷ്യ നീഡിലാണ്. അപ്പോൾ ഈ നീഡിൽ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നൂല് കറക്റ്റായിട്ട് അതിൽ ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. സോ ഈ നൂല് കറക്റ്റായിട്ട് 3.75 ഫിറ്റ് ആയതുകൊണ്ട് ഞാനിതെടുത്തു. സോ അപ്പോൾ ഞാനിതെങ്ങനെ ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മളിങ്ങനെ നൂലിങ്ങനെ പിടിക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകത്തേക്ക് നൂല് ആദ്യം എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഒന്ന് വിരലിൽ കൂടെ ചുറ്റി മുന്നിൽ കൂടെ എടുത്ത് അങ്ങനെ 2 പ്രാവശ്യം ഒന്ന് ചുറ്റുക. ഓക്കെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പം എങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രാവശ്യം ചുറ്റി, അത് രണ്ടാമത്തെ പ്രാവശ്യം ചുറ്റുമ്പോൾ നമ്മുടെ റിംഗ് ഫിംഗറിൻ്റെ അങ്ങോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്രോഷ്യ നീഡിൽ രണ്ടാമത്തെ നൂല് ഫസ്റ്റ് നൂലിൽ നിന്ന് വലിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ തമ്പ് മറ്റേ നൂലിൽ പിടിച്ചതുകൊണ്ട് അതിനെ പുള്ള് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈറ്റ് ആക്കണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വലിച്ചാൽ മതി. ലൂസ് ആക്കണമെങ്കിൽ ആ നൂലിലെ നോട്ടിൽ നമ്മൾ പുറകിലേക്കൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു നോട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മളിത് കറക്റ്റാണോ എന്ന് നോക്കാൻ ഇങ്ങനെ അഴിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ സ്ലിപ്പ് നോട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നോട്ടിൽ മുന്നേ വലിച്ചാൽ മതി. ഓക്കെ, എൻ്റെ അത്ര ലൂസായില്ല, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ വിരൽ ഇങ്ങനെ പിടിക്കാൻ, അത് ഹോൾഡ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗറിൽ നമ്മൾ ടെൻഷൻ കൊടുക്കുകയും ചെയ്യണം. തമ്പ് കൊണ്ട് നമ്മുടെ വർക്ക് ഹോൾഡ് ചെയ്യാം. സോ ആദ്യത്തെ ഒരു നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ തമ്പ് കൊണ്ട് ആ ക്രോഷ്യ വർക്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നീഡിൽ എടുക്കേണ്ടത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് പോകണം. ഓക്കെ, അങ്ങനെയാണ് നൂലെടുക്കേണ്ടത്. അത് ആ ക്രോഷ്യയുടെ ആ നൂലിൻ്റെ ഇടയിൽ കൂടെ കയറ്റാം. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ പൗച്ചിന് ആക്ച്വലി 30 ക്രോഷ്യ ലൂപ്സാണ് വേണ്ടത്. സോ അതിന് ഞാൻ 30 വരെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, അപ്പം നമ്മൾ 30 ലൂപ്സ് ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടെ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി സിംഗിൾ ക്രോഷ്യേൻ്റെ അടുത്ത ലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ലൂപ്പ് ഓൾറെഡി ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾ അറിയാതെ 2 ലൂപ്പ് ചെയ്തു പോയി. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നൂല് വലിച്ചു കൊടുത്താൽ അത് നമുക്ക് മാറ്റിയെടുത്ത് ഒന്നും കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ ക്രോഷ്യന് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഡബിൾ ക്രോഷ്യ ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യം ഈ ലൂപ്പിലൂടെ നമ്മൾ ഇങ്ങനെ വലിച്ച്
ഒരു ലൂപ്പ് ഓൾറെഡി ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഇവിടെ കൂടെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് തൊട്ട് പുറകിലുള്ള ലൂപ്പിലേക്ക് കയറ്റി ഒന്നും കൂടെ പുൾ ഓവർ ചെയ്ത് ഇപ്പം 3 ലൂപ്പ് കിട്ടിയതിൽ 2 എണ്ണത്തിലൂടെ നമ്മൾ നൂല് വലിക്കണം. ഓക്കെ, അത് കഴിഞ്ഞുള്ള 2 എണ്ണത്തിലൂടെ ഒന്നും കൂടെ. ഇതാണ് ഡബിൾ ക്രോഷേ. 2 പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് അത് ഡബിൾ ക്രോഷേ ആയിട്ട് മാറുന്നത്. സോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഡബിൾ ക്രോഷേ ചെയ്യാം. പക്ഷെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് കൊണ്ട് അത് മാറ്റി എക്സ്ട്രാ 1 ലൂപ്പ് ചെയ്തെടുത്ത് വെച്ച് നിർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് തൊട്ട് പുറകിലുള്ള ആ ഒരു ലൂപ്പിലേക്ക് കയറ്റണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കരുത്, ആ ഡബിൾ ക്രോഷേക്കാണ്. സോ തൊട്ട് പുറകിലുള്ള ആ ലൂപ്പിൽ കയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നൂലെടുത്ത് ഇപ്പോൾ കിട്ടുന്ന 2 എണ്ണം, അത് സിംഗിൾ ക്രോഷേന് 2 എണ്ണേ കിട്ടൂ. സോ അതിലേക്ക് നൂലെടുക്കുക. ഫസ്റ്റ് ലൂപ്പായിട്ടുണ്ട് സെക്കൻഡ് റോയിൻ്റെ. അതേപോലെ അടുത്തതിനും 2 എണ്ണം വെച്ചിട്ട് ആ 2 എണ്ണത്തിലൂടെ നൂലെടുക്കുക. സോ ഇപ്പം നമ്മൾ 2 ലൂപ്സ് ഓഫ് ദ സെക്കൻഡ് റോ ചെയ്തു. അപ്പോൾ ഇതേപോലെ ലാസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലൈൻ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ലൈൻ ഇപ്പോൾ തീർത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ ഈ വർക്കിനെ ടേൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടേൺ ചെയ്തു. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ നൂല്, ആ ത്രെഡ്, മുകളിലേക്കുള്ള ആ ത്രെഡ് നമ്മൾ മുകളിലേക്ക് കൊടുക്കുക. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ത്രെഡാണ്, അത് മുകളിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്ത ആ ത്രെഡ് ഇത് താഴേക്ക് കൊടുക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ ഒരു ലൂപ്പും കൂടി ചെയ്യുക. ഇത് നമുക്ക് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് വലിച്ചാൽ അത് ടൈറ്റ് ആവും. സോ ഒരു നോട്ടും കൂടി ഞാൻ ചെയ്യുകയാണ് അടുത്ത ലൈൻ ചെയ്യാൻ. അത് കഴിഞ്ഞ് യൂഷ്വലി ചെയ്ത പോലെ തന്നെ ജസ്റ്റ് തൊട്ട് പുറകിലുള്ള ഏതാണോ അതിലേക്ക് നമ്മൾ സൂചി ഇടുക, ഒന്നും കൂടെ ലൂപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത തൊട്ട് പുറകിലുള്ളതിലെടുക്കുക, അടുത്ത ലൂപ്പ് ചെയ്യാം. സോ ഇങ്ങനെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിയുക. തേർഡ് ലൈനും കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും.
അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 നൂലുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള നൂലിലേക്കാണ് നിങ്ങൾ നീഡിൽ ഇറക്കേണ്ടത്. 2 എണ്ണം ഉള്ളതിൽ മുമ്പിലുള്ളതിൽ, പുറകിലുള്ളതിൽ കയറ്റാൻ പാടില്ല, മുമ്പിലുള്ളതിൽ വേണം ചെയ്യാൻ. സോ നമ്മൾ 3rd ലൈനും തീർത്തിട്ടുണ്ട്. ഇനി വർക്ക് ടേൺ ഓവർ ചെയ്തിട്ട് ഒരു ലൂപ്പ് ചെയ്യുക. അങ്ങനെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പുറകിലേക്ക് പോവുക. നമ്മുടെ 4th ലൈനും തീരാറായിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്ത ബാക്കി എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത ഒരു പാർട്ടിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.